ശ്രീ ജിജി നോക്കൂ, അനന്തു പറ്റിച്ചു എന്ന ഒരൊറ്റ വാചകം കൊണ്ട് നേതാക്കൾക്ക് കൈകഴുകാൻ പറ്റില്ലല്ലോ. ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷ പ്രമീള ദേവിയും അനന്തു കൃഷ്ണനും കൂടി ഒരു കമ്പനി രൂപീകരിച്ചു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. പിന്നീട് ഞാൻ രാജിവെച്ചു തുടങ്ങിയ ദുർബലമായ വാദങ്ങൾ മാത്രമേ നിങ്ങളുടെ സംസ്ഥാന ഉപാധ്യക്ഷയ്ക്ക് പറയാനുള്ളൂ. ഒന്നാമത്തെ വിഷയം, എൻ രാധാകൃഷ്ണന്റെ സയൻസ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് വ്യാപകമായി ഇതുപോലെയുള്ള പണപ്പിരിവ് നടന്നിട്ടുണ്ട്. ചിലയിടങ്ങളിലൊക്കെ ഈ സ്കൂട്ടറും മറ്റുമൊക്കെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അനന്തുവിന്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു ANR എന്ന് പല ആളുകളും, അവരെ പരസ്പരം ഒരുമിച്ച് കണ്ടിട്ടുള്ള ആളുകൾ തന്നെ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. മറ്റ് വിവിധ ഇടങ്ങളിലുള്ള പ്രാദേശിക നേതൃത്വത്തിനുള്ള പങ്ക് തുടങ്ങി ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സന്ദീപ് വാര്യർ ഉന്നയിച്ച വി മുരളീധരൻ നേതൃത്വം കൊടുക്കുന്നു എന്ന് പറയുന്ന യുവ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളടക്കം സംസ്ഥാനത്തെ വിവിധ നേതാക്കളുടെ NGOകൾ വഴി നടന്നിട്ടുള്ള ഈ ചൂഷണത്തിന് ഞങ്ങൾ പറ്റിക്കപ്പെട്ടു എന്നുള്ള ന്യായം പറഞ്ഞ് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? അവരും അന്വേഷണം നേരിടണമല്ലോ. അല്ല, ഇവിടെ ആരും അന്വേഷണം വേണ്ട എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. ഇവിടെ അന്വേഷണം നിർത്തിവെക്കണമെന്ന് BJP പറഞ്ഞോ? BJP പറഞ്ഞില്ലല്ലോ. ആർക്ക് എതിരെയുള്ള, ആര് ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ അവർക്കെതിരെയുള്ള അന്വേഷണമാണല്ലോ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നടത്തുന്നത്. പിന്നെന്തിനാണ് CPMന്റെ പ്രതിനിധി ആകുലപ്പെടുന്നത്? എന്തിനാണ്? നിങ്ങളുടെ ക്രൈംബ്രാഞ്ച് വലിയ സംഘമായി വന്നിരിക്കുന്നു, അന്വേഷണം നടത്താൻ പോകുന്നു. പിന്നെ അന്വേഷിക്കുമ്പോൾ നീ കഞ്ഞി വെച്ച് കൊടുത്തു എന്ന് പറയുന്നത് കോതമംഗല രൂപത ദർശന കന്യാസ്ത്രീ അമ്മമാർ നടത്തുന്ന സ്ഥാപന, അതുപോലെ കോട്ടപ്പുറം രൂപത നടത്തുന്ന സ്ഥാപനമുണ്ട് കിഡ്സ്, രാജഗിരി ഹോസ്പിറ്റലുണ്ട്. ഇങ്ങനെ ഇവരെല്ലാവരും ഈ പണം പിരിക്കുകയും അങ്ങനെ നൂറുകണക്കിന് സ്ഥാപനങ്ങൾ പണം പിരിക്കുകയും പണം കൊടുക്കുകയും പറ്റിക്കപ്പെടുകയും കുറച്ച് വണ്ടി കിട്ടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ കുറച്ച് വണ്ടി കിട്ടിയവരും ഇതിൻ്റെ അകത്ത് കക്ഷിയാവും. ഈ വണ്ടി കണ്ടു കെട്ടണമല്ലോ, അങ്ങനെയാണല്ലോ നിയമം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് പേരുണ്ട്. എന്നിട്ട് ഈ മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിലേക്ക് BJP മാർച്ച് നടത്തിയതാ. അവിടെ എന്താ വെച്ചാൽ അവിടെ നിന്നുകൊണ്ട് തന്നെ കളക്ഷൻ നടത്തി. ഒരു സ്ഥലം എവിടെ കളക്ഷൻ നടത്തിയോ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അന്വേഷിക്കേണ്ടെന്ന് BJP ഔദ്യോഗികമായിട്ട് ഇതുവരെ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. നിങ്ങൾ അന്വേഷിച്ചോ, അന്വേഷിക്കേണ്ടെന്ന് ഞങ്ങൾ പറയുന്നില്ലല്ലോ. നിങ്ങൾ അന്വേഷണം നടത്തുക. ഈ ചെയിനിലും ഈ തട്ടിപ്പിൽപ്പെട്ടവരും പ്രിയ സന്ദീപൊക്കെ പറയുന്ന പോലെ എല്ലാം BJPക്കാരും ആണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറയുന്നെങ്കിൽ ഇവിടുന്ന് കളക്ട് ചെയ്ത പണം കൊടുത്തിട്ടുള്ളൂ. ആ രീതിയിൽ പ്രതിയാക്കപ്പെടുകയാണെങ്കിൽ പാർട്ടി അതിനെ എതിർക്കുന്നില്ല. പാർട്ടി ഇത് മുഴുവൻ ഈ നാട്ടുകാർക്ക് പോയ പൈസ മുഴുവനും ഇനി അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ സമാധാനിപ്പിക്കുന്ന സംസ്ഥാന പ്രസിഡന്റ് അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയിട്ടില്ല. അതുകൊണ്ട് സത്യസന്ധമായ രീതിയിൽ അന്വേഷണം നടത്തണം. ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ കേവലം പറയുന്ന രാഷ്ട്രീയം ഒന്നോ രണ്ടോ ആളുകളിൽ എടുത്തു വെച്ചിട്ട്, ഞാനും തിരിച്ചു പറഞ്ഞപ്പോൾ 3-4 ആളുകളുടെ പേര് വന്നല്ലോ. അതുപോലെ വഹാബിന്റെ സ്ഥാപനം വന്നു, അതുപോലെ ഒരു MLAയുടെ സ്ഥാപനം വന്നു, മന്ത്രിയുടെ വന്നു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കാൻ നമുക്ക് കുറച്ച് പേരുകളേ ഉള്ളൂ. പക്ഷെ നൂറുകണക്കിന് ആളുകൾ, നൂറുകണക്കിന് ട്രസ്റ്റുകൾ അവർ ഇതിൻ്റെ അകത്ത് പെട്ടുപോയിട്ടുണ്ട്. നല്ല രീതിയിൽ ഇവിടുത്തെ സാമൂഹ്യക്ഷേമ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ട്രസ്റ്റുകൾ അവരെല്ലാവരെയും എന്ന പോയിന്റിൽ ഞാൻ ശ്രീ ജിജി ജോസഫ് അങ്ങയോട് യോജിക്കും. ഇപ്പോ ജീവകാരുണ്യം എന്ന ലക്ഷ്യത്തിൽ മാത്രം അതിന്റെ എല്ലാ സ്പിരിറ്റോടുകൂടിയും പ്രവർത്തിക്കുന്ന സംഘടനകളും പെട്ടുപോയിട്ടുണ്ട്. പകുതി വിലയ്ക്ക് സ്കൂട്ടർ കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ, ഗൃഹോപകരണങ്ങൾ കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് കരുതി നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളും പെട്ടുപോയിട്ടുണ്ട് എന്നുള്ള പോയിന്റിൽ എഗ്രി ചെയ്യാം. പക്ഷെ ഇവിടെ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ മറ്റ് ഏജൻസികളോ ഒക്കെ വന്ന് ചിലരെ പിക്ക് ആൻഡ് ചൂസ് ചെയ്ത് ചില ആളുകളെ അങ്ങ് സഹായിക്കുമോ എന്ന സംശയമാണ് ഇവിടെ സന്ദീപ് അടക്കം മുന്നോട്ട് വെച്ചത്. ചരിത്രവും അതുപോലെ തന്നെ നമ്മുടെ വർത്തമാനകാല അനുഭവങ്ങളും അതിന് ഉപോത്ബലകമായിട്ടുണ്ട്. ആ സംശയം ഒരിക്കലും മാറില്ല. ആ സംശയം സന്ദീപിനെ പോലുള്ള ആളുകളുടെ ആ സംശയം ഒരിക്കലും മാറില്ല. സന്ദീപ് ഇവിടെ നിൽക്കുമ്പോൾ അവരെ സംശയിക്കും, അവിടെ നിൽക്കുമ്പോൾ ഞങ്ങളെ സംശയിക്കുകയും ചെയ്യുന്നതാണ് രാഷ്ട്രീയം. അതാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ നിലപാട്. ആ രാഷ്ട്രീയ നിലപാടിനെ നമുക്ക് പ്രത്യേകിച്ച് മാറ്റാൻ പറ്റുമോ? ആ രാഷ്ട്രീയ നിലപാട് പറയാൻ വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത്. ജയിക്കും വന്നിരിക്കുന്നത് അതാണ്. ജയിക്കിപ്പോ 2.5 ലക്ഷം രൂപ ഏരിയ കമ്മിറ്റിക്ക് വാങ്ങിയ കാര്യത്തെക്കുറിച്ച് ജയിക്ക് പ്രത്യേകിച്ച് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അത് C ശിവൻകുട്ടിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. പോലീസ് ഇത് ഫ്രീസ് ചെയ്തതിന് ശേഷം രണ്ടാമത് പോലീസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പരിപാടി നടന്നു, അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. പ്രസ് ക്ലബ്ബ് പ്രോഗ്രാം വെച്ചു, അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇത് ഫ്രീസ് ചെയ്തതിന് ശേഷം പോലീസ് നടത്തിയല്ലോ പരിപാടി. ഇതെന്ത് ഭരണം സാറേ? എന്നിട്ട് എല്ലാവരും ഇവിടെ വന്നിരുന്ന് രാഷ്ട്രീയം പറയുക എന്നുള്ളതാണ്. ആ രാഷ്ട്രീയത്തിനപ്പുറം സാധാരണക്കാരായ ജനങ്ങളെ
പറ്റിച്ചതും അവരെ കുരുക്കിലാക്കിയതും ഈ പറയുന്ന ആനന്ദ്കുമാർ എന്ന് പറയുന്ന വ്യക്തി ആണ് ഇതിൻ്റെ ഏറ്റവും മുഖ്യമായ കണ്ണി, വേറെ ആരുമല്ല. അതിന് അദ്ദേഹം ഈ പറയുന്ന അനന്തുവിനെ നന്നായിട്ട് ഉപയോഗിക്കും. അനന്തു ഇത്തരം ട്രാക്ക് റെക്കോർഡുള്ള ആളായതുകൊണ്ട് വളരെയധികം നന്നായി പ്രയോജനപ്പെടുത്താനും സാധിച്ചു. ഇതേ ഉള്ളൂ ഇതിൻ്റെ അകത്തെ കാര്യം. ശരി.